ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ അതിൽ നിന്ന് 4 പാഠങ്ങളാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാകുക. എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാകുക എന്നൊക്കെ പരിശോധിച്ച് നോക്കാം. ലിസാനുൽ ഖുർആൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയവും ഉണ്ടാകും. അപ്പോൾ പിന്നെ അത് അറബിയും കൂടിയാണല്ലോ. അപ്പോൾ കാര്യമായിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇത് കൊടുത്ത ചുവപ്പ് നിറത്തിലുള്ള വാക്കുകളാണ്. അന, അന്തി എന്നൊക്കെ. അന ആർക്കാണ് ഉപയോഗിക്കുക എന്ന് പഠിക്കുക. അതിൻ്റെ അർത്ഥം ഞാൻ എന്നാണ്. അന്തി എന്ന് പറഞ്ഞാൽ നീ. അന എന്ന് പറഞ്ഞാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അന എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക. ഞാൻ മലയാളത്തിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ ആണെന്ന് ഉപയോഗിക്കുക. അപ്പോൾ ആ ഞാൻ എന്നതിന് അറബിയിൽ അന എന്നാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പറയുക. എന്നാൽ നീ എന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു പെണ്ണിനോടാണ് നീ എന്ന് പറയുന്നതെങ്കിൽ അന്തിയാണ് ഉപയോഗിക്കുക. ഒരാണിനോടാണ് നീ എന്ന് പറയുന്നെങ്കിൽ അന്ത എന്ന് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആ ആണ് പെണ്ണ് എന്നത് മനുഷ്യന്മാരിൽ മാത്രമല്ല, പിന്നെ മൃഗങ്ങളിലും ജീവനുള്ളതും ജീവനില്ലാത്ത വസ്തുക്കളിലൊക്കെയും ആൺ പെൺ എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഹാദ കലമി, കലമെന്നിപ്പോൾ മനുഷ്യനല്ലല്ലോ, മൃഗമില്ല. അപ്പോൾ ഹാദ എന്നാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ കലമിനെ ആണായിട്ട് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഹാദ കലമി ഉപയോഗിക്കും. ഇവിടെ ഹിറത്ത് പൂച്ചയാണ്. അപ്പോൾ ഹാദിഹി എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇത് ഹാദ ഹാദിഹി എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ അർത്ഥം ഇത് എന്നാണ്. പക്ഷേ രണ്ടെണ്ണത്തിനാണ്. പൂച്ച അല്ലേ, ഹിറത്ത് പൂച്ച പെണ്ണാണ്. അവിടെ താഗ് കണ്ടോ, താഗ് എന്തിൻ്റെ അടയാളമാണ്? പെണ്ണിൻ്റെ അടയാളമാണ്. പിന്നെ ഫി എന്നുള്ളതും അല, അതും ശ്രദ്ധിക്കുക. ഫി എന്നുള്ളത് ഉള്ളിൽ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി. അപ്പോൾ അൽ കലമ ഫിൽ ജൈബി, കലമ പേന പോക്കറ്റിൻ്റെ ഉള്ളിലാണ്, പോക്കറ്റിലാണ്. അൽ ഹിറത്തു അല ഷജറത്തി, പൂച്ച മരത്തിൻ്റെ മുകളിലാണ്. അല എന്നുള്ള മുകളിൽ എന്നുള്ള അർത്ഥം കിട്ടാനാണ്. ഇനി താഴെ നോക്കി, മൻ ഹാദ മൻ ഹാദിഹി. അപ്പോൾ ഇത് ഹാദ എന്നുള്ളത് മൻ ആരാണ്, ഹാദ ഇതാരാണ്, മൻ ഹാദിഹി ഇത് ആരാണ്. രണ്ടിൻ്റെ അർത്ഥം ഇതാരാണ്. പക്ഷേ രണ്ട് ആളുകളോട് ചോദ്യം. ഒന്ന് ഒരാണിനെ പറ്റിയിട്ടും മറ്റൊന്ന് ഒരു പെണ്ണിനെ പറ്റി. ഹാദിഹി നമ്മൾ ഒരു പെണ്ണിനെ പറ്റിയിട്ടാണ്. മൻ ഹാദ അതാ അബി, ഇതിൻ്റെ ഉപ്പയാണ്. മൻ ഹാദിഹി ഇതാരാണ്, പെണ്ണ്. അപ്പോൾ ഹാദിഹി ഉമ്മി, ഇതിൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഈ ചോദ്യം എല്ലാവരും നോക്കണം. കാരണം പരീക്ഷയ്ക്ക് ചോദ്യം കൊടുത്തിട്ട് ഉത്തരം നിങ്ങൾ എഴുതാണ്ടാവും, അല്ലെങ്കിൽ ഉത്തരം കൊടുത്ത് ചോദ്യം നിങ്ങൾക്ക് എഴുതാണ്ടാവും. ഇനി അടുത്ത പേജ് എല്ലാവരും നോക്കി. മാ ദാലിക്ക അല്ലേ, മാ തിൽക്ക, രണ്ടും അർത്ഥം ഒന്നാണ്. മാ ദാലിക്കണ അതെന്താണ്, മാ തിൽക്ക അതെന്താണ്. പക്ഷേ ആ ചിത്രത്തിൽ കണ്ടില്ലേ, ഒന്ന് പിടക്കോഴിയാണ്, ഒന്ന് പൂവൻകോഴിയാണ്. ഇത് പൂവൻകോഴി, ഇത് പിടക്കോഴി. അപ്പോൾ ആണായതുകൊണ്ട് ദാലിക്ക എന്ന് ഉപയോഗിച്ചു, പെണ്ണായതുകൊണ്ട് തിൽക്ക എന്ന് ഉപയോഗിച്ചു. മാ ദാലിക്ക അതെന്താണ്, മാ തിൽക്ക അതെന്താണ്. അപ്പോൾ അത് മറുപടി എന്താണ്? ദാലിക്ക ദീക്കും, ഇത് പൂവൻകോഴിയാണ്. തിൽക്ക ദജാജിക്കും, ഇത് പിടക്കോഴിയാണ്. അപ്പോൾ ദാലിക്ക എന്നുള്ളത് ദീക്കിനൊക്കെ ഉപയോഗിച്ചു. ദീക്ക് എന്നാൽ പൂവൻകോഴി ആൺകോഴിയാണ്. ദജാജത്ത് എന്നാൽ പെൺകോഴിയാണ്. അതുകൊണ്ടാണ് അവിടെ തിൽക്ക എന്നുള്ളത് അല്ലേ. ഇനി ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത് ഇത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കഴിഞ്ഞ പരീക്ഷൻ്റെ ഒരു ചോദ്യ പേപ്പറാണ് ഈ കാണുന്നത്. നുൻഷുൽ അസ്ഇലത കമാ ഫിൽ മിസാലിനെ, ഉദാഹരണത്തിലുള്ളതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്താ അയിനൽ ഹഖീബത്തു, ബാഗ് എവിടെയാണ്? അൽ ഹഖീബത്തു അല തോവില, ബാഗ് ടേബിളിൻ്റെ മുകളിലാണ്. രണ്ടാമത്തെ ഇതുപോലെ ഉത്തരമുണ്ട്, ചോദ്യമില്ല. അപ്പോൾ എന്താ ഉത്തരം? ദാലിക്ക ദീക്കും, ഇത് കോഴിയാണ്. അപ്പോൾ എന്തായിരിക്കും ചോദ്യം എഴുതി കൊടുക്കേണ്ടത്? ഞാൻ പഠിച്ചു ഇവിടെ എന്ത് ദാലിക്ക ദീക്കുൻ മാ ദാലിക്ക എന്താ ചോദിക്കേണ്ടത്? മാ ദാലിക്ക. അപ്പോൾ ഇതുപോലെ എന്തുണ്ടാവും, വ്യത്യസ്ത രൂപത്തിൽ ഇതന്നെ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നിങ്ങളുണ്ടാകും. ഉത്തരം കൊടുത്തിട്ട് ചോദ്യം എഴുതാണ്ടാവും, അല്ലെങ്കിൽ ചോദ്യം കൊടുത്തിട്ട് ഉത്തരം എഴുതാണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ 4 കളികൾ എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനി അതിനുള്ള ഹക്കീബത്താണ് ബാഗ് ഇവിടെ. അപ്പോൾ എന്താണ് അൽ ഹക്കീബത്ത് അയത്തോവിൽ, അലയാണ് ഇവിടെ ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? മുകളിലായതുകൊണ്ട്, ടേബിളിൻ്റെ മുകളിലാണ് ബാഗ്. പിന്നെ അതിൽ കിതാബ് പുസ്തകം ഇവിടെ, അൽ കിതാബിൽ ഹക്കി, ബാഗിൻ്റെ ഉള്ളിലാണ്. ഉള്ളതായതുകൊണ്ടാണ് ഫി എന്നുള്ളത് ഉപയോഗിച്ചത്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇനി താഴെ കൊടുത്തിട്ടുണ്ടല്ലേ എണ്ണങ്ങൾ, അറബിയിലുള്ള 1 മുതൽ 10 വരെയുള്ള വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സുബ, സമാനിയ, തുസ്അ, അശ്റ, ഇങ്ങനെ 10 വരെ കൊടുത്തിട്ടുണ്ട്. അതും എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് 2 രൂപത്തിൽ കഴിഞ്ഞ വാർഷിക പരീക്ഷയ്ക്കും അതുപോലെ മറ്റു പരീക്ഷയ്ക്കും ചോദിച്ചിരുന്നു. ഇതാ വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു മോഡലാണിത്. നെസിലു ബിൽ മുനാസിബ്, ചോദിച്ചുകൊണ്ട് ഇത് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് അക്ഷരങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, യോജിപ്പിച്ച് എഴുതാണ്ടാവും. ഇത് എന്താ ഇതിന് പറയാം, അത് സമാനി എന്ന് പറയും. ഇതോ ഹംസത അഷറ എന്നൊക്കെ. ഇത് പിന്നെ ഇതുപോലെ ഈ ഒരു മോഡലിൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചോദിക്കാം. ഇവിടെ നക്തുബു ബിൽ ഹുറൂഫി, ഇവിടെ നമ്പർ കൊടുത്തുനിന്ന് അത് നിങ്ങൾ എന്തിനും എത്രയാണ് എഴുതണം. ഇതെന്താ 8 ആണ്. 8 ഇത് അറബി പറയാം സമാനിയ. അപ്പോൾ ഇവിടെ സമാനിയ കൊടുത്ത് എഴുതണം. ഇതെന്താ 20. അപ്പോൾ 20-ന് യക്ഷറാണ്. ഇതുപോലെ 10 വരെ ചോദിക്കുള്ളൂ ഈ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് ഇനി മറ്റ് 9 ഇതല്ലെങ്കിൽ അക്കങ്ങൾ എഴുതാണ്ടാവും.
രണ്ട് രൂപത്തിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എല്ലാവരും അറബിയിൽ പഠിക്കുക. വാഹിദ് ഇസ്നാനി അത് അക്കങ്ങളിൽ എഴുതുന്നത് എങ്ങനെയെന്നും പഠിക്കുക. അതിനൊരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 ഈ വർക്ക് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാകും. ഇതിൻ്റെ മുകളിൽ ഇതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇതും ചോദിച്ചിരുന്നു. എന്തായിരുന്നു? ഹാദിഹി ബക്കറത്തുൻ, ഇത് ബക്കറയാണ്, പശുവാണ്. അപ്പോൾ ഇവിടെ ഹാദിഹി എന്നാ ഉപയോഗിച്ച്. അപ്പോൾ ഹാദിഹി ഇതിനുള്ള ഉപയോഗം നാം പഠിച്ചിട്ടുണ്ട്. ആർക്കാ ഉപയോഗിക്കല്? ആണിനാണ് ഉപയോഗിക്കല്. ഹാദിഹി പെണ്ണാണ് ഉപയോഗിക്കല്. അപ്പോൾ സ്വദീഖി എന്നുള്ള ആണാണ്, അതുകൊണ്ട് ഹാദാണ് ഉപയോഗിക്കുക. ദജാജത്ത് എന്നുള്ള പെണ്ണാണ്, അതുകൊണ്ട് ഇത് ഉപയോഗിക്കുക. തിൽക്ക എന്നാണ് ഉപയോഗിക്കുക. പിന്നെ ദാരിസത്തുൻ വിദ്യാർത്ഥിനി, അപ്പോൾ അവിടെ അൻതി എന്നാണ് ഉപയോഗിക്കുക. ദാരിസുൻ ആണായതുകൊണ്ട് അവിടെ എന്താ പറയുക അന എന്ന് ഉപയോഗിക്കുക. ഹിയ ഉപയോഗിക്കില്ല, ഹിയ പെണ്ണാണ് ഉപയോഗിക്കല്. ഇതുപോലെ താഴത്തുണ്ട് ഹാദ അബുൻ, അവിടെ യാ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇതും ചോദിച്ചിരുന്നു. ഹാദ അബുൻ, ഇത് ഉപ്പയാണ്. അപ്പോൾ എന്തായിരിക്കും? യാ വെച്ചു ആകുമ്പോൾ ഹാദ അബി, ഇവിടെ ഹാദിഹി ഉമ്മി, ദാലിക കിതാബി. അപ്പോൾ യാ ചേർത്തിട്ട് എഴുതാണ്. ഇനി തിൽക്ക ഹിറത്തി, ഇതെൻ്റെ പൂച്ചയാണ്. അപ്പോൾ എൻ്റെ എന്ന അർത്ഥം കിട്ടാണ് അവിടെ യാ അവസാനം ചേർത്തി കൊടുക്കുന്നത്. ഹിയ ഉഖ്തി ഹുവ സദീഖി, ഇതുപോലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ ഇതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മാ ഉണ്ട്, അയിനുണ്ട്, അല്ലേ? അയിന എപ്പോഴാണ് ഉപയോഗിക്കുക, മാ എപ്പോഴാണ് ഉപയോഗിക്കുക നമുക്ക്. അപ്പോൾ അൽ ഹിറത്തു, അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ചിരുന്നു അയിനൽ ഹിറത്തു എന്ന് ചോദിച്ചല്ലേ. അതുപോലെ എന്ത് അയിന എന്നാണ് ഇവിടെ വേണ്ടത്. രണ്ടാമത്തെ ഹാദ എന്നല്ലേ, മൻ ഹാദ എന്നാണ്. അയിനം ഹാദ ചോദിക്കൂല, പിന്നെ മൻ ഹാദ എന്നാണ് ചോദിക്കുന്നത്. ദാലിക, മാ ദാലിക, ഹുവ ദാലിക എന്ന് പറയുക, മാ ദാലിക. അതുപോലെ ഹാദിഹിൽ മൻ ഹാദിഹി, ഇത് ആരാണ് എന്നാണ് നാം പഠിച്ചത്. ഈ രണ്ടാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാഠത്തിലുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു 4 ശ്രദ്ധിക്കണം, അതും ചോദിച്ചിരുന്നു. യതവല്ലഉ യഷ്റബു യദ്ഖുലു യദ്ഹബു, 4 വാക്കുകളുണ്ട് അല്ലേ. മുദാരിയായ ഫിയലാണ്. അപ്പോൾ യതവല്ല ഉദു എടുക്കുന്നു, യഷ്റബു കുടിക്കുന്നു, യദ്ഖുലു പ്രവേശിക്കുന്നു, യദ്ഹബു പോകുന്നു. ഈ ചിത്രങ്ങളിൽ യോജിച്ചിട്ട് എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ മാജിദുൻ ഇൽ മദ്രസത്തി, മാജിദ് മദ്രസയിലേക്ക് എന്ത് ചെയ്യണം? യദ്ഹബു പോകുന്നു. രണ്ടാമത്തെ എന്താ? ഈ ചിത്രം നോക്കിയിട്ട് ഉദു എടുക്കണം. അപ്പോൾ എന്താ പറയുക? യതവല്ലു മാജിദുൻ മിനസ്സുബി, പൈപ്പിൽ നിന്ന് മാജിദ് ഉദു എടുക്കുന്നു. മൂന്നാമത്തെ എന്താ? കുടിക്കുകയാണ്. കുടിക്കുന്ന എനിക്ക് പറഞ്ഞു യഷ്റബു, അപ്പോൾ യഷ്റബു മാജിദ് വെള്ളം കുടിക്കുന്നു. ഇനി ഇതെന്താ? ഈ 4ാം ചിത്രത്തിൽ പള്ളിയിൽ പ്രവേശിക്കുകയാണ്. എന്താ യദ്ഖുലു മാജിദുൻ അൽ മസ്ജിദ, മാജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു. ഈ 4 എല്ലാവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ നിന്ന് 2 ചോദിച്ചിരുന്നു. അപ്പോൾ നോക്കണം. ഇതിന് പ്രധാനമായും മനസ്സിലാക്കാനുള്ളത് യദ്ഹബു തദ്ഹബു അല്ലേ. ആദ്യത്തെ യാ ആണ്, രണ്ടാമത്തെ ത ആണ്. തദ്ഹബ് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ത ആണ്, യദ്ഹബ് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം യ ആണ്. എപ്പോഴാണ് യദ്ഹബു ആർക്കാണ് ഉപയോഗിക്കുക, തദ്ഹബു എന്നുള്ള ആർക്കാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. യാ ഉപയോഗിക്കൽ ആണാകുമ്പോഴാണ്. അപ്പോൾ യദ്ഹബുൽ വലദു ഇലൽ മദ്രസ. താ ഉള്ളത് പെണ്ണാകുമ്പോഴാണ്. അപ്പോൾ എന്ത്? യതവല്ലു തതവല്ലു എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുക തതവല്ലുൽ ബിന്തു എന്ന്, കാരണം ബിന്തു എന്ന പെൺകുട്ടി അതുകൊണ്ട് തതവല്ലു എന്ന് ഉപയോഗിക്കുക. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ 2 ചോദിച്ചിരുന്നു. ബാസിമുൻ എൽ ബൈത്തി, ഈ 2 പരീക്ഷ ചോദിച്ചിരുന്നു. കാണിച്ചുതരാം. ഇതാ ഓക്കെ, ഇത് അതെ കണ്ടോ, ഡാഷ് ബാസിമുൻ എൽ ബൈത്തി, ബാസിമ് വീട്ടിലേക്ക്, എറിജുന്ന് തെറിജുന്ന് ഉപയോഗിക്കാം. അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ഈ രൂപം നോക്കിയാൽ മതി. ആദ്യം യാ ആണോ താ ആണോ നോക്കിയാൽ. അപ്പോൾ യാ ആണ് ഇവിടെ അല്ലേ, എറിജു. അപ്പോൾ എറിജു എന്ന് ഇവിടെ കൊടുക്കുക. ബാസിമാണ്. അൽ ബിന്തു മിനൽ ഹൗദി, ഹൗദ് എന്ന പെൺകുട്ടി. അതെ, അപ്പോൾ പെൺകുട്ടിയാണ്. പെൺകുട്ടിയാകുമ്പോൾ യതവല്ലു ആണ് തതവല്ലു ഉപയോഗിക്കുക, തതവല്ലു എന്നാണ് ഉപയോഗിക്കുക. ആദ്യം താ ഉള്ളതാണ് ഉപയോഗിക്കുക. ഇനി ഈ 3ാമത്തെ പാഠം, അതിൽ നിന്ന് എന്തൊക്കെ വരിക എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പാഠത്തിൽ ലമീറുകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ലമീറുണ്ട് ഇവിടെ? അന്ത, അന്തി, അന്തുമ, അന്തും, അന, നെഹ്നു, ഹുവ, ഹുമാഹും, ഹിയ, ഹുന്ന, അന്തുന്ന, ഇങ്ങനെ കുറേ ലമീറുകൾ കുറിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്കൊക്കെയാണ് ഉപയോഗിക്കുക നമുക്ക് പഠിക്കേണ്ടത്. അന്ത എന്ന് പറഞ്ഞാൽ നീ എന്ന് 1ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്തുമ നിങ്ങൾ 2 പേര്, അന്തും നിങ്ങൾ ഒരുപാട് ആളുകൾ. അപ്പോൾ അത് ആണുങ്ങൾക്കാണ് അന്ത, അന്തുമ, അന്തും അല്ലേ. പെണ്ണാണെങ്കിലോ അന്തി എന്നോ, നീ എന്ന് പറയുമ്പോൾ അന്തി എന്നോ. പിന്നെ 2 പെണ്ണുങ്ങളാണെങ്കിലും അന്തുമ എന്ന് ഉപയോഗിക്കുക. പിന്നെ അന എന്ന് പറഞ്ഞാൽ ഞാൻ, നെഹ്ന നമ്മൾ, ആണും പെണ്ണാണെങ്കിലും ഇതന്നെ ഉപയോഗിക്കൽ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹിയ എന്ന് അവൾ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ 2 പേർ, ഹുന്ന പറഞ്ഞാൽ അവർ ഒരുപാട് സ്ത്രീകൾ, ഹും എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ആണുങ്ങളാണ്, അവർ, അന്തുന നിങ്ങൾ, അപ്പോൾ ഒരുപാട് പെണ്ണുങ്ങളാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ഈ ലമീറുകൾ കുട്ടികൾ എന്ത് ചെയ്യാം? നന്നായിട്ട് മനസ്സിലാക്കണം, ആർക്കൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കാനും. ഈ ഭാഗവും നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതും ചോദിക്കാം, ഇതും ചോദിച്ചിരുന്നു. വഹിബു, ഇതിൽ ഉള്ള ലമീർ അതാണ്. വഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ എന്നുള്ള ലമീർ അതിലുണ്ട്. അതിൻ്റെ അന എന്ന, അപ്പോൾ ഞാൻക്ക് എന്ത് പറയും? അന. നുഇദ്ദു നമ്മൾ തയ്യാറാക്കുന്നു. അപ്പോൾ നമ്മൾ എന്നതിലൊരു ലമീർ ഉണ്ട്, ഏതാ? അതെ, നെഹ്നു എന്നാണ്. ഇനി തക്തുബാണ്, നിങ്ങൾ 2 പേരും എഴുതുന്നു. അപ്പോൾ നിങ്ങൾ 2 പേരും എന്ന് എനിക്കിത് പറയും അന്തുമ അല്ലേ. തെജ്മാഊന നിങ്ങൾ ഉണ്ട് ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ നിങ്ങൾ എന്താ? അന്തുംന. അതൊക്കെ എന്ത് ചെയ്യുക? എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ഭാഗങ്ങളൊക്കെ. ഈ ഭാഗം
എല്ലാവരും ശ്രദ്ധിക്കണം. ഇതും ചോദിച്ചിരുന്ന പരീക്ഷയ്ക്ക്. യാ സാലിമു അന്ത സദീഖി വഹുവ ബ്രാക്കറ്റിൽ ഇത് ഹുവ അന്ത അന്തിന. ഇവിടെ അന്ത എന്താ നീ എന്ന. യാ സാലിമു യാ എന്ന് പറയുമ്പോൾ വിളിക്കണം. ഓ സാലിമേ നീ എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം അന്ത എന്നാണ് ഉപയോഗിച്ചത്. ഇനി ഇവിടെ നാജിയാണെന്ന്. യാ ഫാത്തിമ നാജിഹത്തുൻ ഹിയ അന്ത അന്തി അല്ലേ. ഇവിടെ ഹിയ പെണ്ണിനെ ഉപയോഗിക്കുക, അന്തി എന്ന് പെണ്ണിനെ ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ എന്താ വേണ്ടത്? ഫാത്തിമ എന്ന പെണ്ണാണ്, പക്ഷേ ഹിയയും അന്തയും ഉണ്ട്. അന്ത ഏതെല്ലാം ഉപയോഗിക്കുകയാണ്. ഇവിടെ അന്തി എന്ന ഉപയോഗിക്കുക. എന്തുകൊണ്ട്? ഇവിടെ യാ ഫാത്തിമ ഉപയോഗിക്കുക. അപ്പോൾ ഒരാൾ വിളിച്ചുകൊണ്ട് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന പദമാണ് നീ എന്നാണ് മലയാളത്തിൽ ഉപയോഗിക്കാറ്. അതുപോലെ യാ അബ്ന ആൺകുട്ടികളാണ്. അപ്പോൾ അന്തും എന്നാണ് അവിടെ ഉപയോഗിച്ചത്. കുറേ ആൺകുട്ടികൾ ഉണ്ടായതുകൊണ്ട് അന്തും എന്നാണ് ഉപയോഗിച്ചത്. ഇനി ജവാദുൻ, അപ്പോൾ ജവാദ് ഉസ്താദി എൻ്റെ ഉസ്താദാണ്. അപ്പോൾ ഹുവ എന്നാണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക. ഇതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം. പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് യാ ഫാത്തിമ ഡാഷ് നാജിഹത്തുൻ. അപ്പോൾ ഇവിടെ അന്തുണ്ട് അന്തിയുണ്ട്. ഏതാ വേണ്ടത്? അന്തി എന്നാണ് ഉപയോഗിക്കുക. കാരണം ഫാത്തിമ എന്നുള്ള പെണ്ണായതുകൊണ്ട്. പിന്നെ യാ അബ്നാഉ ലാഇബൂൻ അന്തും അന്തി ഏതോ ഉപയോഗിക്കുക? അന്തും. കാരണം അന്തി എന്നുള്ളത് പെണ്ണിനാണ്. അന്തും ആണ് കുറേ ആൺകുട്ടികൾക്കാണ്, ആണുങ്ങൾക്കാണ് അന്തും എന്ന് ഉപയോഗിക്കുക. അപ്പോൾ അഭിനാഥം കുറേ ആൺകുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ എന്ത് ചെയ്യാം പരീക്ഷയ്ക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി താഴെ നോക്ക്, ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഏകവചനവും ബഹുവചനവുമാണ് ഇതിലുള്ളത്. ഓരോന്നിൻ്റെയും ആദ്യം സ്വദീഖ് എന്ന ഏകവചനം മുഫ്രദ്, അതിൻ്റെ ബഹുവചനം ജംആണ് അസ്തിഖാ എന്നുള്ളത്. കലമിൻ്റെ ബഹുവചനമാണ് അഖ്ലാം. ഇതെല്ലാവരും പഠിക്കുക. കാരണം ഇതും പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞാൽ 2 അരക്കൊല പരീക്ഷയ്ക്കും വാർഷിക പരീക്ഷയ്ക്കും. ഇത് അതിൻ്റെ ഒരു മോഡൽ. ലൗന് അതിൻ്റെ ബഹുവചനം ഇവിടെ എഴുതാൻ. വറക്ക് അതിന് കലം അതിൻ്റെ ബഹുവചനം ഇവിടെ എഴുതാണ്ട്. അതുപോലെ വാർഷിക പരീക്ഷയുടെ പേപ്പറാണ്. ഇത് അരക്കൊല പരീക്ഷയുടെ പേപ്പറാണ്. ഇതിലുണ്ട് എന്ത് ഇതുപോലെ ബഹുവചനം എഴുതാണ്ടായിരുന്നു. ഒളിവ് അതിൻ്റെ ബഹുവചനം എഴുതാൻ. ത്വാലിബുൻ അതിൻ്റെ ബഹുവചനം. വറക്കുൻ അതിൻ്റെ ബഹുവചനം എഴുതാണ്ട്. സൂറത്തിൻ്റെ ബഹുവചനം. അന എന്നതിൻ്റെ ബഹുവചനം. ലൗനുൻ എന്നതിൻ്റെ ബഹുവചനം. അതൊക്കെയും ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാവരും നന്നായി പഠിക്കുക. ഇനി അടുത്ത പേജ്. ഇതിൽ ഈ ഭാഗം എല്ലാവരും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇത്, ഈ ഒരു വർക്ക്. പിന്നെ ഏറ്റവും അവസാനത്തുണ്ടായിരുന്നത് ഹുവ. ഇതും എല്ലാവരും നോക്കുക. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഹുവ ഹുമാ ഹും ഹിയ ഹുമ പുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന അഹ്നു. ഇത് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഈ ഓർഡറിൽ. ഈ ഓർഡറിൽ എല്ലാവരും കാണാതെ പഠിച്ചാൽ മതി. ഇപ്പോൾ അടുത്ത പേജ്. ഇതും എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊന്നും ചിലപ്പോൾ 1, 2, 3 ചോദിക്കാം എല്ലാവരും. അപ്പോൾ 3ാമത്തെ പാഠം നന്നായി പഠിക്കുക. ഇനി 4ാമത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കേണ്ടത്? 4ാമത്തെ പാഠത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സംഭാഷണം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് ചോദിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ മസ്മുക്ക. അപ്പോൾ ഇതിനു മുമ്പ് കുറേ മാദ മാ നഅം ഐന ലാ ഹൽ കൈഫ മൻ ഇതൊക്കെയും എപ്പോഴാണ് ഉപയോഗിക്കുക, ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും പഠിക്കുക. മാദ എന്താ? എന്താണ്? മാ എന്ത്? നഅം എന്ന് പറഞ്ഞാൽ അതെ. അതായത് ഹൽ ഉപയോഗിക്കുമ്പോഴാണ് നഅം ലാ എന്നുള്ള ഉപയോഗിക്കുക. ഹൽ അല്ലേ ആണോ ഉണ്ടാക്കുമ്പോൾ നഅം അതെ അല്ലെങ്കിൽ ഇല്ല. ഈ 2 മറുപടിയാണ് പറയല്. പിന്നെ അതിനായപ്പോഴും ഉപയോഗിക്കുക എവിടെ എന്നത്. കൈഫന എങ്ങനെ, മൻ എന്ന ആര്. അപ്പോൾ താഴെ നോക്കുക. മസ്മുക്ക നിൻ്റെ പേര് എന്താണ്? അപ്പോൾ എന്താ പറയുക മറുപടി? ഇസ്മി സഫ്വാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇവിടെ നീ മാതാ ഫിയദിക്ക നിൻ്റെ കയ്യിൽ എന്താണ്? മാതാ എന്താണ് മറുപടി എന്താണ്? ഫിയദി കിതാബിൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകമാണ്. ഇനി അതിൻ്റെ മദ്രസത്തുക്കി നിൻ്റെ മദ്രസ എവിടെയാണ്? അപ്പോൾ അതിന് എവിടെ? മദ്രസത്തി ഫിൽ മദീന എൻ്റെ മദ്രസ പട്ടണത്തിലാണ്. നമുക്ക് വേറെ മറുപടി പറയാം. മദ്രസത്തി ഫിൽ ഖറിയ എൻ്റെ മദ്രസ ഗ്രാമത്തിലാണ്. ഇനി ഹൽ തുഹിബുൽ ഖിറാഅ നീ വായന ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? നഅം അതെ. ഉഹിബുൽ ഖിറാഅ എനിക്ക് വായന ഇഷ്ടമാണ്. ഇനി വേറെ മറുപടി പറയാം. ലാ എനിക്ക് ഇഷ്ടമില്ല. ലാ ഉഹിബുൽ ഖിറാഅ വായന ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഹൽ എൻ്റെ ദറാജ എൻ്റെ സൈക്കിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും മറുപടി ലാ. അപ്പോൾ 2 രൂപത്തിൽ മറുപടി പറയാം. ഉണ്ട് എന്നും പറയാം. ഉണ്ട് എന്ന് പറയുമ്പോൾ നഅം എന്ന് പറയണം. ഇല്ല എന്ന് പറയുമ്പോൾ ലാ എന്ന് പറയും. ലാ ലൈസ ഇൻദി ദറാജ എൻ്റെ അടുത്ത് സൈക്കിൾ ഇല്ല. കൈഫ ഹാലുക്ക് എന്തൊക്കെ എൻ്റെ വർത്താനം സുഖമാണ് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ അന ബിഖൈർ അല്ലെങ്കിൽ അൽഹംദുലില്ലാ സൈൻ എന്നൊക്കെ പറയാം. ഇനി മൻ മഅക നിൻ്റെ കൂടെ ആരാണ്? മായി അഖി അൽ കബീർ കൂടെ എൻ്റെ വലിയ സഹോദരനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യാം? മറുപടി പറയണം. കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ അരക്കൊല്ല പരീക്ഷയിൽ ഉണ്ടായിരുന്ന ചോദ്യമാണത്. അതിലൊക്കെ ഈ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊരു ആദ്യം മസ്മുക്ക നിൻ്റെ പേരെന്താ? ഇസ്മി സഫ്വാൻ. അപ്പോൾ ഇതുപോലെ താഴെ 3 കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി ചോദ്യം കൊടുത്തിന് അതിന് മറുപടി കുട്ടികൾ എന്താ
സ്വന്തമായി എഴുതണം. അപ്പോൾ അതിനെ മദ്രസത്തേക്ക് ഇതൊക്കെ പാഠത്തിലുള്ള ഉത്തരവും ചോദ്യവും തന്നെയാണ്. അപ്പോൾ പാഠം നന്നായി വായിച്ച് പഠിച്ചാൽ മതി. പിന്നെ കൈഫ ഹാലുക്കി, പിന്നെ ഹൽ എന്തൊക്കെ ദർറാജ, ഇതൊക്കെയും ചോദിച്ചിരുന്നു. ഇതുപോലെ വാർഷിക പരീക്ഷയ്ക്കും ചോദിച്ചിരുന്നു ഈ ഭാഗം. നോക്കുക, ഹൽ തുഹിബുൽ ഖിറാഅ, കൈഫൽ ഹാൽ ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു വർക്കാണ്, എല്ലാവരും നന്നായി പഠിക്കുക. ഇനി അടുത്ത പേജ്, ഇതും എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന് 1 2 ചോദിക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും പഠിക്കുക. ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാണ് മാ മൻ മാത. അപ്പോൾ ഈ പാഠത്തിൽ വന്ന വാക്കുകളാണ് അതൊക്കെ എപ്പോഴാണ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എൽ ഡാഷ് എൽ അബു ബിൽ ഖുറത്തി, ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ മാ മൻ മാത, ഇതിലേതാണ് വേണ്ടത്? ഇത് മന്നാണ് വേണ്ടല്ലേ, ആരാണ്. മൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഫുട്ബോൾ കളിക്കുന്നത്. മറ്റുള്ളത് ശരിയാവില്ല. ഇതുപോലെ എന്ത് ചെയ്യുക, ഓരോന്നും പഠിക്കുക. ഇനി ഇതെല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. ഇതിൽ ഉത്തരം കൊടുത്തിട്ടുണ്ട്, ചോദ്യം നിങ്ങൾ ഉണ്ടാക്കാനാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ഉത്തരം കൊടുത്തിട്ട് ചോദ്യം എഴുതാണ്ടാവും, അല്ലെങ്കിൽ ചോദ്യം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാണ്ടാവും. ഇതിൽ കൊടുത്തിട്ടുള്ളത് ആദ്യം ഉത്തരമാണ്, ചോദ്യം നിങ്ങൾ ഉണ്ടാക്കണം. ഒന്നാമത്തെ നാം സമീഅത്തുൽ അദാന, നാം അതെ, സമീഅത്തുൽ അദാന ബാങ്ക് ഞാൻ കേട്ടു. ഈ ഉത്തരം എപ്പോഴാണ് പറയുക? എന്ത് ചോദിക്കുമ്പോഴാണ് ഈ ഉത്തരം പറയുന്നത്? നീ ബാങ്ക് കേട്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ മറുപടി പറയാം. അപ്പോൾ നീ ബാങ്ക് കേട്ടോ എന്ന് അറബിയിൽ എങ്ങനെ ചോദിച്ചു? ഹൽ സമീഅത്തുൽ അദാന, ഹൽ സമീഅത്തുൽ അദാന, നീ ബാങ്ക് കേട്ടോ. അപ്പോൾ ഹൽ ഉപയോഗിക്കുമ്പോഴാണല്ലോ എന്ത് പറയാം, അതിന് മറുപടിയിൽ നാം എന്ന് ഉപയോഗിക്കൽ. ഇനി രണ്ടാമത്തെ ഹഖീബത്തി അല തോവില, എൻ്റെ ബാഗ് തോവിലത്തിൻ്റെ മുകളിലാണ്, ടേബിളിൻ്റെ മുകളിലാണ് എൻ്റെ ബാഗ് ഉള്ളത്. അപ്പോൾ ചോദിക്കുക എന്തായിരിക്കും? നിൻ്റെ ബാഗ് എവിടെയാണ്? അപ്പോൾ ഇങ്ങനെ എവിടെ എന്നുള്ള എന്താ പഠിച്ചു? അയിന. അപ്പോൾ അയിന ഹഖീബത്തുക്ക, നിൻ്റെ ബാഗ് എവിടെയാണ്? ഇനി യൽഅബു സാലിമുൻ ബിൽ ഖുറത്തി, സാലിമ് ഫുട്ബോൾ കളിക്കുന്നു എന്നാണ്. അപ്പോൾ ചോദിക്കുക എന്തായിരിക്കും? ആരാണ് ഫുട്ബോൾ കളിക്കുന്നത്? മൻ യൽഅബു ബിൽ ഖുറ. അപ്പോൾ ഇവിടെ ചോദ്യം നിങ്ങൾ എഴുതണം. ഇനി അൽഹംദുലില്ലാ അന ബിഖൈർ, അത് എപ്പോഴാണ് പറയുക? അത് കൈഫ ഹാലുക്ക, കൈഫ ഹാലുക്ക. ഇസ്മി ഖദീജ, എൻ്റെ പേര് ഖദീജയാണെന്ന് ചോദിക്കും. ഇസ്മി ഖദീജ എന്ന് ഉത്തരം പറയണമെങ്കിൽ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അത് നിൻ്റെ പേരെന്താണ്? അപ്പോൾ മസ്മുക്കി എന്ന് പറയാം. മസ്മുക്ക എന്ന് പറയരുത്. മസ്മുക്ക എന്ന് പറയുമ്പോൾ ആണിനോടാണ് ചോദിക്കുക, നിൻ്റെ പേരെന്താ? പെൺകുട്ടിയോടാണ് ചോദിക്കുക, പെണ്ണിനോടാണ് ചോദിക്കുകയെങ്കിൽ മസ്മുക്കി എന്നാണ് പറയുക. അതുകൊണ്ടുള്ള ഉത്തരം ഇസ്മി ഖദീജ എന്ന് പറഞ്ഞു. ഇനി ലൈസ ഇൻദി ജവ്വാലും, ലാന ഇല്ല, ലൈസ ഇൻദി എൻ്റെ അടുത്തില്ല, ജവ്വാലും ഫോണ് ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക? നിൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടോ? അപ്പോൾ ഹൽ എന്തൊക്കെ ജവ്വാലുന്ന, ഹൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഹൽ എന്തൊക്കെ ജവ്വാൽ, നിൻ്റെ അടുത്ത് ഫോൺ ഉണ്ടോ എന്ന്. അപ്പോൾ ഈ 4 പാഠങ്ങളെല്ലാവരും